ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാ നമ്മൾ ലാസ്റ്റ് ഡേയിലേക്ക് എത്തിയിരിക്കുന്നത്. 4th ഡേ ആണ്. ഞാൻ 4th ഡേ കൂടുതൽ വീഡിയോ എടുത്തില്ല, കാരണം ഭയങ്കര ഇമോഷണൽ സംഭവമായിരുന്നു അത്. അപ്പോൾ ഞാൻ പട്ടാമ്പിയിൽ നിന്ന് തിരിച്ച് കൊച്ചിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവർ തന്നെ ഭയങ്കര സങ്കടത്തിലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കൂടുതൽ വ്ളോഗൊന്നും ചെയ്യാൻ നിന്നില്ല. അപ്പോൾ ഇത് പിന്നെ ട്രെയിൻ സ്റ്റേഷനിലേക്ക് കൊണ്ടുവിടാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡയറക്റ്റ് കൊച്ചിയിലെത്തി. കുറച്ച് സാധനം മേടിക്കാനുണ്ടായിരുന്നു. നേരെ പോയി പാക്ക് ചെയ്തു, കിടന്നുറങ്ങി. എനിക്ക് അടുത്ത ദിവസത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഓൾറെഡി ലേറ്റായിരുന്നു. അപ്പോൾ അങ്ങനെ ജസ്റ്റ് കുറച്ച് ടൈം ഉള്ളപ്പോഴാണ് ഞാൻ കയറിയത്. അങ്ങനെ അപ്പോൾ ഇതാ നമ്മൾ പ്ലെയിനിലെത്തി. ഞാനിങ്ങനെ ഇപ്രാവശ്യം പോയപ്പോൾ ശരിക്കും ആ പ്ലെയിനൊക്കെ ഭയങ്കര എംപ്റ്റി ആയിരുന്നു. ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ അപ്പുറമൊക്കെ അങ്ങനെ സീറ്റ് കുറേ ഒഴിഞ്ഞ് കിടക്കണ്ടായിരുന്നു. കുറേ ബാക്കിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വട്ടം ഇതുമാതിരി കഴിഞ്ഞ വട്ടം വെച്ചാൽ ഞാൻ ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകുമ്പം ഇവരുടെ ഒരു ആപ്പുണ്ട്. ആപ്പിൽ ഇങ്ങനെ ഫുഡ് നമുക്ക് കാണിക്കും, ഇങ്ങനെ മെനു, ഇന്ന ഫുഡുണ്ട്, ലൈക്ക് എന്തൊക്കെയോ കുറേ ചെട്ടിനാട് സംഭവങ്ങൾ എന്തൊക്കെയോ. അപ്പോൾ പക്ഷെ മെനു കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് ശരിക്കും പോയത്. പക്ഷേ എനിക്കൊന്നും കിട്ടിയില്ല ഗൈസ്. എനിക്ക് കിട്ടിയത് എന്തോ ഒരു ചപ്പാത്തി എന്ന് പറയാൻ പറ്റില്ല, എന്തോ ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ മുട്ടയൊക്കെ വെച്ച് കുത്തി പൊരിച്ച ഒരു ഐറ്റമാണ് അവരെനിക്ക് തന്നത്. ഞാൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു. ഞാൻ ഓൾറെഡി ഇവിടുന്ന് ഇങ്ങനെ എനിക്ക് ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് കിട്ടും പറഞ്ഞിട്ട് ഒന്നും കഴിക്കാണ്ടേ പോയത്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഗൈസ്. അതായിരുന്നു അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്ന ഫ്ലൈറ്റിൽ ഡിസപ്പോയിൻറ്റ് ചെയ്തൊരു കാര്യം. ബട്ട് അതൊക്കെ അവർ ഇപ്രാവശ്യത്തെ ട്രിപ്പിൽ അവർ സെറ്റാക്കിയിട്ടുണ്ട്. ഈ വട്ടം എന്തോ August 15th ഭയങ്കര ചെക്കിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ചെക്കിങ് ഉണ്ടായിരുന്നു. ഭയങ്കര തിരക്കും ഒക്കെ ആയിരുന്നു എയർപോർട്ടിൽ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ തന്നെ ഇവരെല്ലാവരും ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ ഫുഡ് കൊണ്ടുവരാൻ തുടങ്ങി. ആദ്യം ഇങ്ങനെ എന്തോ ക്രഞ്ചി കോണോ അങ്ങനെ എന്തോ ഒരു സാധനവും, പിന്നെ ഒരു ആപ്പിൾ ജ്യൂസ് ഞാൻ എടുത്തത്. ആ ക്രഞ്ചി കോൺ ഞാൻ ഡയറക്റ്റ് വീട്ടിലേക്ക് കൊണ്ടുവന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് കൊണ്ടുവന്നു. ഒരു വെള്ളം കുപ്പി ഉണ്ടായിരുന്നു, പിന്നെ തൈരുണ്ടായിരുന്നു. ഇതാണ് തൈര്, മിൽമയുടെ നല്ല തൈരുണ്ടായിരുന്നു. പിന്നെ എന്താ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ബണ്ണുണ്ടായിരുന്നു, നല്ല ബണ്ണായിരുന്നു. പിന്നെ ഒരു ഡിസേർട്ടായിട്ട് കസ്റ്റർഡിൽ ഗുലാബ് ജാമുൻ മുക്കി വെച്ചൊരു ഐറ്റം ഉണ്ടായിരുന്നു. ലഞ്ചായിട്ട് കിട്ടിയ മീൽ ഇതാണ്, എന്തോ ഒരു റൈസും പിന്നെ രാജ്മയാണോ അതോ ചെറുപയറാണോ എന്ന് എനിക്കറിയില്ല, അതും പിന്നെ ചിക്കൻ കറിയായിരുന്നു. എല്ലാം അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു. വിശന്നിട്ടാണോ എന്നൊന്നും അറിയില്ല, എന്തായാലും ഞാൻ അത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആക്രാന്ത മൂത്ത് വായിൽ വെച്ചപ്പോൾ തന്നെ പൊള്ളി ഗൈസ്. നല്ല ചൂടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് ലൈക്ക് കഴിഞ്ഞ വട്ടത്തെ ട്രിപ്പിൽ നല്ല തണുത്തൊരു റോള് പോലെ തന്നെ. അപ്പം ഞാൻ വിചാരിച്ചു ഇതും ചൂടായിരിക്കും, ഇതും തണുപ്പായിരിക്കും വിചാരിച്ചു. പക്ഷേ പാത്രം തന്നെ ചൂടുണ്ടായിരുന്നു. ഞാൻ ആലോചിക്കേണ്ടതായിരുന്നു. എനിവേസ് കഴിച്ചു, എനിക്കിഷ്ടപ്പെട്ടു. കാരണം അത്യാവശ്യം നല്ല ഫ്ലേവറും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ചെറുപയർ സംഭവത്തിന് എന്തോ ഒരു കയപ്പ് മാറിയുണ്ട്. പിന്നെ ഒക്കെ നോർത്ത് ഇന്ത്യൻ ഡിഷുള്ളതായിരിക്കും വിചാരിച്ചു. പിന്നെ കാപ്പി ഉണ്ടാക്കാനുള്ളൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു, ഷുഗറും പാലും അങ്ങനെ ഒക്കെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി ഒരു കാപ്പി ഉണ്ടാക്കി, കാപ്പി കുടിച്ചു. എന്നിട്ട് ഞാൻ കുറച്ച് സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു നെറ്റ്ഫ്ലിക്സിൽ, അതൊക്കെ കണ്ടു. ദുബായ് എത്തി ഗായ്സ്. വീട്ടിലെത്തിയിട്ട് ബാക്കി പറയാം. ബിക്കോസ് ബാഗേജ് കളക്ട് ചെയ്തിട്ട് മെട്രോയ്ക്ക് പോകണം. ബിക്കോസ് ഇവിടെ പാർക്കിംഗ് പിക്കപ്പില്ല. ലൈക്ക് നമ്മൾ അച്ഛന് പിക്ക് ചെയ്യാൻ പറ്റില്ല. സോ അച്ഛൻ മെട്രോൻ്റെ അവിടെ വരും. ഇവിടെ എയർപോർട്ടിൽ അലൗഡല്ല പിക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ പാർക്ക് ചെയ്യണം. പാർക്ക് ചെയ്യാൻ 30 dirhams വേണം. സോ മെട്രോയിലേക്കാണ് പോകുന്നത്. ഓക്കെ ഗൈസ്,
എത്തി. ഇത് ആക്ച്വലി സെക്കൻഡ് ടേക്ക് ആണ്. ബിക്കോസ് ഫസ്റ്റ് ടൈം റേഡിയോയിൽ പാട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ട് ഞാൻ റേഡിയോൻ്റെ സൗണ്ട് കുറച്ചിട്ട് വീണ്ടും ഒന്നും കൂടി ആക്ട് ചെയ്താണ് അതുമാതിരി. സോണി ഹാപ്പിയാണ്. ഹാപ്പി അല്ല, ആദ്യത്തെ വീഡിയോയിൽ ഉണ്ണി ഹാപ്പിയാന്ന് പറഞ്ഞത്. ബിക്കോസ് ലൈക്ക് അവൾ വിചാരിച്ചു ഞാൻ നമുക്ക് എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്, പക്ഷെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. സോ ഹാപ്പിയാണ് ഗൈസ്. ഒന്നുകൂടി ചെയ്തത്